കോട്ടയം തീക്കോയി കേന്ദ്രീകരിച്ചുള്ള മനുഷ്യക്കടത്തിൽ ദുരൂഹതയേറുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്ന സംഘത്തിലെ 2 പേരാണ് നിലവിൽ അറസ്റ്റിലായത്. സംഭവത്തിന് പിന്നിൽ മനുഷ്യക്കടത്ത് മാഫിയ ശൃംഖലയെന്നാണ് സംശയം. മാഫിയ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട അസം സ്വദേശിനി ഗർഭിണിയായ യുവതി നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കുഞ്ഞിനെ നൽകിയാൽ 30 ലക്ഷം രൂപ വാഗ്ദാനം. NGO സംഘടന എന്ന് വിശ്വസിപ്പിച്ച് തീക്കോയിലെത്തിച്ച് ക്രൂരമർദ്ദനം. ഗർഭഛിദ്രം വിസമ്മതിച്ചതിന് ഭർത്തൃവീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവതിയാണ് മാഫിയ സംഘത്തിന്റെ കെണിയിൽപ്പെട്ടത്. തമിഴ്നാട്ടുകാരനായ രാജ, വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് നിലവിൽ അറസ്റ്റിലുള്ളത്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അപ്പോൾ നമ്മൾ 2 പേരെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. അവരെ ഇനി കസ്റ്റഡിയിൽ എടുക്കണം. കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് പോയാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നിലവിലത്തെ അവസ്ഥ വെച്ച് അനാമിക എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇവിടെ വന്നു. ഒരു 10-12 ദിവസം റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആയിരുന്നു ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ കേസെടുത്തു. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു നേച്ചറാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ കേസെടുത്തു. കേസിൽ ദുരൂഹതകളേറെ. വൻ മനുഷ്യക്കടത്ത് മാഫിയ ശൃംഖല പിന്നിലുണ്ടോ? മുൻപും ഗർഭിണികളായ യുവതികളെ ചതിയിൽപ്പെടുത്തി മാഫിയ സംഘം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ? അസം സ്വദേശിനിയുടെ മൊഴിപ്രകാരം തടവിൽ പാർപ്പിക്കുന്ന യുവതികളുടെ പ്രസവം നടക്കുന്നതെവിടെ? കുഞ്ഞിനെ പിന്നീട് ആർക്കാണ് കൈമാറുന്നത്? സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ജനം, കോട്ടയം.